ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. അനിയത്തിമാരെന്റെ കാല് പിടിച്ചു. പക്ഷേ ഞാൻ തീരുമാനമൊന്നും എടുത്തിട്ടില്ല. ഇവളുടെ മനസ്സ് മാറിയോ? ഡൈവേഴ്സ് പെറ്റീഷൻ ഒപ്പിട്ടുകൊണ്ടാണ് അവൾ വന്നത്. എന്നാ പിന്നെ എല്ലാവരുടെ ആഗ്രഹങ്ങൾ സാധിച്ചു കൊടുക്കാന്ന് വെച്ചു. തന്റെ മനസ്സില് കുശുമ്പ് തീരെയില്ലാന്ന് ഇപ്പൊ എനിക്ക് മനസ്സിലായി. അതങ്ങനെ പെണ്ണല്ലേ ഐറ്റം. പഴയ കാമുകനുള്ളിൽ തലപൊക്കുന്നത് ഞാൻ കണ്ടു. പിന്നെ താനൊന്ന് പോയേ. താൻ വിചാരിക്കുന്ന പോലെ അല്ല ലക്ഷ്മി. ഒക്കെ എനിക്കറിയാം. നമ്മൾ അറിയുന്നതും അനുഭവിക്കുന്നതും നമ്മുടെ കാഴ്ചയുടെ ഒരു വശം മാത്രം. അതിനപ്പുറത്ത് നമുക്ക് എപ്പോഴും ഇരുട്ടാ. അവിടുത്തെ സത്യം എന്താണെന്ന് നമുക്ക് പലപ്പോഴും അറിയില്ല. അത് കുറച്ചു കഴിയുമ്പോ തനിക്ക് മനസ്സിലാവും. ഇനി മനസ്സിലാവാനൊന്നുമില്ലേ? ഇന്നെന്താ യാത്രയാക്കാൻ പോകുന്നില്ലേ? യാത്രയാക്കണം. അതിനും സമയം വരും. പാവത്തിനെ കളിയാക്കിയത് കുറച്ച് കൂടിപ്പോയോ? എന്റെ സച്ചേട്ടന് അതൊക്കെ മനസ്സിലാവും. ഈ കാറ് കൊണ്ട് ഇടിപ്പിച്ച് അവളങ്ങ് കൊന്നാലോ? എന്നെ കാറിടിച്ച് കൊല്ലാന്ന് വിചാരിച്ചു അല്ലേ? നിങ്ങളെ കൊണ്ട് അതിന് പറ്റില്ല. അതിനുള്ള ധൈര്യമൊന്നും എനിക്കില്ല. ഇറങ്ങ്, എനിക്ക് നിങ്ങളോട് കുറച്ച് കാര്യം പറയാനുണ്ട്. ഇറങ്ങ്. ഞാനിവിടെ കാത്തുനിന്നത് നിങ്ങളെ കണ്ട് ചില കാര്യങ്ങൾ പറയാനാ. നെല്ലിശ്ശേരിയിലേക്ക് കയറി വരാൻ പേടിയുണ്ടായിട്ടല്ല, അതിന് സമയമായിട്ടില്ല. നീ ഇനി ആ പടി കയറി പോകരുത്. നെല്ലിശ്ശേരി എന്ന പേര് പോലും നിന്നെ നാവ് കൊണ്ട് ഉച്ചരിക്കരുത്. അതിനുള്ള യോഗ്യത നിനക്കില്ല. യോഗ്യത? നെല്ലിശ്ശേരി എന്ന പേര് ഉച്ചരിക്കാനുള്ള യോഗ്യത ആർക്കാണെന്ന് പിന്നീട് ഞാൻ തെളിയിച്ചു തരാം. ഇനി അതല്ല, അറിഞ്ഞേ തീരൂ എന്നാണെങ്കിൽ നിങ്ങളുടെ അച്ഛൻ സേതുമാധവനോട് ചോദിച്ചാൽ മതി. അയാൾ പറഞ്ഞു തരും. അയാൾ എന്റെ അച്ഛനെ ചതിച്ച് കോടികൾ ഉണ്ടാക്കിയ കഥ. എന്റെ അച്ഛൻ ഇന്നുവരെ ആരെയും ചതിച്ചിട്ടില്ല. അതൊക്കെ അവിടെ നിൽക്കട്ടെ. സാക്ഷി വിസ്താരവും ന്യായവിധിയൊക്കെ വരാനിരിക്കുന്നതേ ഉള്ളൂ. ഇപ്പൊ ഞാൻ വന്നത് നിങ്ങളോട് വേറൊരു കാര്യം പറയാനാ. എനിക്ക് നിന്റെ ഒരു കാര്യവും കേൾക്കണ്ട. ഞാനും നീ തമ്മിൽ യാതൊരു ബന്ധവുമില്ല. നിയമപരമായി നമ്മൾ ഇപ്പോഴും ഭാര്യ ഭർത്താക്കന്മാരാ. അതുകൊണ്ടാ അവരെന്നെ തേടി വന്നത്. ആദ്യം നിങ്ങളുടെ അച്ഛൻ വന്നു, പിന്നെ അനിയത്തിമാരും, പിന്നെ വേറൊരുത്തി ഉണ്ടല്ലോ. ഇപ്പൊ നിങ്ങള് പുതിയതായിട്ട് ദത്തെടുത്തൊരു അനിയത്തി, എന്റെ പ്രധാന ശത്രു, എന്റെ കൂടപ്പിറപ്പ് അനഘ. ഞാഞ്ഞൂലും കൂടെ ഉണ്ടായിരുന്നു.
അവരുടെ എല്ലാവരുടെ ആവശ്യം ഒന്ന് തന്നെയായിരുന്നു. ഞാൻ ഈ ഡൈവോഴ്സ് പെറ്റീഷനിൽ ഒപ്പിടണം. നിങ്ങളുടെ അച്ഛൻ എന്റെ മുന്നിൽ വന്ന് യാചിച്ചു എന്റെ മകന്റെ ജീവിതം തിരിച്ചു തരണമെന്ന്. അനിയത്തിമാരെന്റെ കാല് പിടിച്ചു. പക്ഷേ ഞാൻ തീരുമാനമൊന്നും എടുത്തിട്ടില്ല. ഇവളുടെ മനസ്സ് മാറിയോ? ഡൈവേഴ്സ് പെറ്റീഷൻ ഒപ്പിട്ടുകൊണ്ടാണ് അവൾ വന്നത്. എന്നാ പിന്നെ എല്ലാവരുടെ ആഗ്രഹങ്ങൾ സാധിച്ചു കൊടുക്കാന്ന് വെച്ചു. ഇപ്പോഴെങ്കിലും നിന്റെ തലയിൽ വെളിച്ചം വീശിയെങ്കിൽ അത് നല്ലത്. ഒരുമിച്ച് പോകാൻ പറ്റാത്തവർ പരസ്പരം പിരിഞ്ഞു പോകുന്നത് തന്നെയാ നല്ലത്. ഇതുവരെ ഉള്ളതെല്ലാം മറക്കാനും പൊറുക്കാനും ഞാൻ തയ്യാറാ. അത് നിന്നോടുള്ള വൈരാഗ്യം എന്റെ ഉള്ളിൽ ഇല്ലാത്തതുകൊണ്ടല്ല. വൈരാഗ്യമൊക്കെ ഉണ്ട്. വേണ്ടി വന്നാ നിന്നെ കൊല്ലാനുള്ള ധൈര്യമുണ്ട്. പക്ഷേ വേറൊരു കാര്യമുണ്ട്. എല്ലാ സമയവും നമ്മൾ നമ്മുടെ ശത്രുവിന്റെ പരാജയം മാത്രം ഓർത്തിരുന്നാൽ നമുക്ക് ജീവിതത്തിൽ മറ്റൊന്നും ചെയ്യാൻ കഴിയത്തില്ല. നിന്നോടുള്ള ശത്രുത തീർത്ത് ഞാൻ എന്തിനാ എന്റെ ജീവിതം നെഗറ്റീവാക്കി നശിപ്പിക്കുന്നത്? അതുകൊണ്ട് കുറച്ച് പോസിറ്റീവായി ചിന്തിച്ചതേ ഉള്ളൂ. ഓ, എന്താണാവോ പോസിറ്റീവായ ചിന്ത? ഒന്ന് കേൾക്കട്ടെ. ഇനിയെങ്കിലും എനിക്ക് സമാധാനം വേണം. എന്റെ ഇഷ്ടത്തിനനുസരിച്ച് എനിക്ക് ജീവിക്കണം. നിന്റെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് നിനക്കും ജീവിക്കാം. നീ എന്നോട് ചെയ്തൊന്നും മരിക്കുന്നവരെ എനിക്ക് മറക്കാൻ പറ്റത്തില്ലെങ്കിലും ഞാനതെല്ലാം മറക്കാം. നെല്ലിശ്ശേരി വീടിനോടും ഞങ്ങളോടുള്ള പക നീ മറക്കണം. അന്യരായ രണ്ട് മനുഷ്യരായി ഇനിയെങ്കിലും മനസമാധാനത്തോടെ നമുക്ക് ജീവിക്കാം. ഇനിയെങ്കിലും നീ ഒരു കാര്യം മനസ്സിലാക്കണം. നമ്മൾ ഒരിക്കലും പരസ്പരം ചേരേണ്ടവരായിരുന്നില്ല. അതെനിക്ക് നേരത്തെ മനസ്സിലായതാ. എന്തായാലും എല്ലാവരുടെയും മനസ്സിലിരിപ്പ് മനസ്സിലായ സ്ഥിതിക്ക് ഇനി ഇങ്ങനെ മുന്നോട്ട് പോകുന്നതിൽ അർത്ഥമില്ലല്ലോ. ചെയ്യേണ്ടത് ചെയ്യേണ്ട സമയത്ത് തന്നെ ചെയ്യണം. ഞാൻ ഡൈവോഴ്സ് പെറ്റീഷൻ ഒപ്പിടാം. നിങ്ങൾ പറഞ്ഞതുപോലെ ഒരു മാലാഖയുടെ വെളുത്ത വസ്ത്രമൊക്കെ അണിഞ്ഞ് സമാധാനത്തിന്റെ ദൂത് ചൊല്ലി ജീവിക്കാം.